വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. രണ്ടു ദിവസമായി വീട് ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് സണ്ണിക്ക് തോന്നിയത്. ക്ലാസ് കഴിഞ്ഞു വന്നാൽ സാന്ദ്ര റൂം അടച്ചിരിപ്പാണ്. താഴേക്ക് ഇറങ്ങുന്നില്ല, സംസാരമില്ല, കളിച്ചിരികളില്ല. അങ്ങോട്ട് ചെന്നാലോ ചോദിക്കുന്നതിന് മാത്രം ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കും. അതിനർത്ഥം വസുവിനെ മറക്കുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണെന്നാണോ? അവനോടുള്ള അവളുടെ ഇഷ്ടത്തിന് അത്രയും വ്യാപ്തിയുണ്ടെന്നോ? എങ്ങനെ അവളുടെ മനസ്സിൽ ഇങ്ങനെയൊന്നുണ്ടായി? താൻ അറിയാൻ ശ്രമിക്കണമായിരുന്നു, അപ്പോഴേ തിരുത്തി കൊടുക്കണമായിരുന്നു. സണ്ണി തെറ്റുപറ്റിയതുപോലെ വിരലുകൾ കൊണ്ട് നെറ്റിയിൽ ഒഴിഞ്ഞു. കാര്യങ്ങൾ അവൾ ഉൾക്കൊള്ളുകയും മനസ്സിലാകുകയും ചെയ്യട്ടെ എന്ന് കരുതിയാണ് പിന്നീട് അവളോട് അതിനെക്കുറിച്ച് സംസാരത്തിന് മുതിരാത്ത്. മാത്രമല്ല അപ്പച്ചനോ അമ്മച്ചോ അറിയരുതെന്ന് കരുതി, തങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി തീരട്ടെ എന്ന്. പക്ഷെ അവളുടെ ഈ നിശബ്ദത അത് തനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു സണ്ണിക്ക്. എന്നും എപ്പോഴും തന്റെ മുന്നിലൂടെ ചിരിച്ചും കളിച്ച് ഓടി നടക്കുന്ന പെണ്ണാണ്. എത്ര പെട്ടെന്നാണ് ഇങ്ങനെയൊരു മാറ്റം! അവന് ചിന്താഭാരം ഏറി വന്നു. സാന്ദ്രയോട് അല്പവും സംസാരിച്ചാൽ മാത്രമേ ഇനി തന്റെ മനസ്സിന്റെ ഭാരം കുറയുകയുള്ളൂ എന്ന് തോന്നിയതും അവൻ മുകളിലേക്ക് കയറി. അന്നേരം തന്നെ തെരേസ സാന്ദ്രയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. സാന്ദ്രയ്ക്ക് എന്താ പറ്റിയത്? അപ്രതീക്ഷിതമായ ചോദ്യം സണ്ണിയൊന്ന് വല്ലാതായി. ചോദിച്ച കേട്ടില്ലേ? അതോ ഇനി നിനക്ക് അറിയില്ലെന്നാണോ? എന്നു മുതലാ നിങ്ങൾ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒളിക്കാൻ തുടങ്ങിയത്? അവള് പറഞ്ഞില്ലെങ്കിൽ നീയെങ്കിലും പറയുന്നു കരുതി. നിന്നോട് അവൾ തുറന്നു പറഞ്ഞല്ലേ? തെരേസയുടെ ശബ്ദത്തിൽ തെല്ല് ദേഷ്യം കലർന്നിരുന്നു. അമ്മച്ചി എന്തൊക്കെയായി പറയുന്നു? ഇതെന്തറിഞ്ഞിട്ടാ? അവൾ എന്നോട് എല്ലാം പറഞ്ഞു. എനിക്കറിയില്ല എൻ്റെ കൊച്ചിനെ ഒരു മാറ്റം വന്ന. 2 ദിവസമായിട്ട് ഊണില്ല, ഉറക്കില്ല, സംസാരമില്ല. നീ ഇതൊന്നും കാണുന്നില്ലേ? എനിക്ക് പറ്റുമോ അങ്ങനെ കണ്ടു നിൽക്കാൻ? കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി. അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എന്താ ഞങ്ങളോട് പറയാത്തത്? അവളുടെ ഇഷ്ടമല്ലേ ഞങ്ങളുടേതും? ഇതുകൊണ്ട് തന്നെ ഞാൻ പറയാത്തത്. അവളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ? വസുവിൻ്റേത് കൂടി നോക്കണ്ടേ? അമ്മച്ചി വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ അവൾ വിവരമില്ല എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയെന്ന് കരുതി നമ്മളെല്ലാം പറഞ്ഞ് തിരുത്തേണ്ടത്. അതേ ഞാൻ ചെയ്തുള്ളൂ. തിരുത്താൻ പറ്റുന്നതിന് തിരുത്തണം. അവൾക്ക് പണ്ടെപ്പോഴോ തോന്നിയൊരു ഇഷ്ടമാണ്. അതാ പ്രായത്തിൻ്റെയാ. അത് ചിലപ്പോൾ അവനോടുള്ള പ്രണയമില്ലായിരിക്കാം. എപ്പോഴും ഇവിടെ വരുന്ന എന്നോട് അവളോട് അമ്മച്ചിയോട് അപ്പച്ചനോടൊക്കെ ഒരുപാട് സംസാരിക്കുന്ന, സ്നേഹിക്കുന്ന, ഇടപഴകുന്ന അവനോട് തോന്നിയിട്ട് ക്രഷായിരിക്കും അത്. അതൊക്കെ മാറും അമ്മച്ചി. അവളതൊക്കെ മനസ്സിലായിക്കോളും, എനിക്ക് ഉറപ്പുണ്ട്. 3-4 വർഷം മുമ്പ് വരുത്തി ഇതുപോലെ പറഞ്ഞ് തിരുത്താനും മനസ്സിലാക്കാനും ശ്രമിച്ചതാ. എന്നിട്ട് എന്തുണ്ടായി? അന്ന് അവളുടെ ഇഷ്ടത്തിനൊപ്പം നിന്നിരുന്നെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ കാണുമായിരുന്നു. ഇനി ഒന്നിനെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ആകുകയല്ല. എല്ലാം ഓർമ്മിച്ച് വേണം പെരുമാറാൻ. മക്കളൊക്കെ കൂടി എൻ്റെ ജീവൻ അങ്ങ് എടുത്തേക്ക്. ഇതിലും ഭേദമായിട്ട് ഇങ്ങനെ നീറി കഴിയണ്ടല്ലോ എക്കാലവും. തെരേസയുടെ വാക്കുകൾ വേദനയാൽ ചിതറിയിരുന്നു. ഉള്ളിലെ വിങ്ങലടക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. സാരി തലപ്പ് കൊണ്ട് മുഖം അമർത്തിയവർ താഴേക്ക് ഇറങ്ങിപ്പോയി. സണ്ണിക്ക് എന്തെന്നും ഏതൊന്നും മനസ്സിലായില്ല. പുഞ്ചിരി തൂവുന്ന സെലിന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. അവൻ മിഴികൾ ഇറുകെ ചിമ്മിയടച്ചു. ഇപ്പോഴും അവളിൽ നിന്ന് ഓർക്കാൻ വയ്യ. സാന്ദ്രയേക്കാൾ സ്നേഹമായിരുന്നു അവളോട്. ഒരു കൊച്ചു സുന്ദരി, ഒതുങ്ങിയ പ്രകൃതം, എന്നും തന്നോട് പറ്റിച്ചേർന്ന് നിന്നവൾ. സണ്ണിയുടെ കവളിലൂടെ 2 തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി. ആ സ്ഥാനത്ത് ഇനി സാന്ദ്രയെ സങ്കല്പിക്കാനാവുമായിരുന്നില്ല അവന്. അതുപോലെ ഒരിക്കലും വസുവിനോട് ഇങ്ങനെയൊന്നും ആവശ്യപ്പെടാൻ. ഒരേ സമയം സാന്ദ്രയുടെയും ചന്ദനയുടെയും മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞും മാഞ്ഞും കൊണ്ടേയിരുന്നു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയെന്ന് തോന്നിയവളാണ് ചന്ദന. വസുവിന്റെ പ്രണയം, മോഹം, സ്വപ്നം, ജീവിതം, അങ്ങനെയെല്ലാം തന്നെ അവളാണ്. അവിടേക്ക് ഒരിക്കലും സാന്ദ്രയ്ക്ക് സ്ഥാനമില്ല. സണ്ണി ഒന്നുകൂടെ അത് ഉറപ്പിച്ചു. സാന്ദ്രയെ തിരുത്തേണ്ട അത്യാവശ്യമാണ്. അതുമാത്രമേ വഴിയുള്ളൂ. അവൻ സാന്ദ്രക്കരികിലേക്ക് ചെന്നു. മോളെ. കട്ടിൽ കമിഴി നടപ്പായിരുന്നു അവൾ. വിളി കേട്ട് എഴുന്നേറ്റിരുന്നു. കണ്ണുകൾ ഇടുങ്ങിയിരുന്നു. മുടി അലസമായി കിടക്കുന്നു. മുഖം വീർത്ത് കിട്ടിയതുപോലെ. 2 ദിവസം കൊണ്ട് തന്നെ അവൾ ആകെ ക്ഷീണിച്ചു പോയെന്ന് തോന്നിയവന്. എന്ത് കിടപ്പാ മോളെ ഇത്? എന്താണ് സാന്ദ്ര നിനക്ക് പറ്റിയത്? നിന്നിങ്ങനെ കാണാൻ കഴിയുന്നില്ല മോളെ. അമ്മച്ചിയോട് എന്തിനാണ് നീ പറഞ്ഞ് എന്നെ സങ്കടത്തിലാക്കിയത്? നീ അവൻ അരുമയോടെ തഴുകി അവളുടെ മുടിയിഴകൾ ഒതുക്കി വെച്ചു. ചേട്ടായിക്ക് മാത്രമാണോ സങ്കടം? എനിക്കില്ലേ? എത്ര കാലം കൊണ്ട് ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന എത്ര നിസ്സാരമായിട്ട് ചേട്ടായിനോട് മറന്നളയാൻ പറഞ്ഞ് ഒന്ന് ആലോചിക്കൂടി ചെയ്യാതെ നടക്കില്ലെന്ന് പറഞ്ഞ് അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മറ്റാരെൻ്റെ ഒപ്പം നിന്നില്ലേലും ചേട്ടായി നിൽക്കുമെന്ന് കരുതി. വാസുചേട്ടനാണ് ആളെന്ന് അറിയുമ്പോൾ ചേട്ടായി സന്തോഷിക്കുമെന്ന് കരുതി. അവൻ ചോദിക്കാൻ കാത്തു നിന്ന പോലെ കരഞ്ഞുകൊണ്ടാണ് അവൾ പറഞ്ഞത്. മോളെ അതങ്ങനെയല്ല.
മറ്റെന്തൊരു തടസ്സമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതൊക്കെ മറികടന്ന് എനിക്ക് വസുവിനെ നേടിത്തരുമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. അവന്റെ മനസ്സിൽ നീ ആഗ്രഹിക്കുന്ന പോലെ സ്ഥാനം നിനക്കില്ലാത്ത പക്ഷം ഞാൻ എങ്ങനെയാ നിന്റെ ഒപ്പം നിൽക്കുക? അവന് വേറെ കുട്ടിയെ ഇഷ്ടമുണ്ട് മോളെ. അവളുടെ വീട്ടിൽ എതിർപ്പുണ്ട്. എന്നിരുന്നാൽ അവളെ മറക്കാനോ വേറെ ആൾക്ക് വിട്ടുകൊടുക്കാനോ ഇനി വേറെ ആളെ സ്നേഹിക്കാനോ അവൻ തയ്യാറാവില്ല. കാരണം വസുവിന് അവളോടുള്ള പ്രണയം അത്രയ്ക്ക് തീവ്രതയേറിയതാ. അത് ഏത് വിധാണെന്ന് വിവരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് മോളിത് മറന്നേ പറ്റുള്ളൂ. മറ്റു കാര്യങ്ങൾ കാണിക്കുന്ന പോലുള്ള പിടിവാശിക്കാര്യത്തിൽ കാണിക്കാൻ പാടില്ല. സണ്ണി വളരെ സ്നേഹത്തോടെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സണ്ണി പറഞ്ഞതിൽ നിന്ന് ഒന്ന് മാത്രമേ അവൾ കേട്ടുള്ളൂ. അവന് വേറെ കുട്ടി ഇഷ്ടമുണ്ട്. സാന്ദ്രയ്ക്ക് താൻ ഈ നിമിഷം മരിച്ചു പോയാൽ മതിയെന്ന് തോന്നി. ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കുന്ന പോലെ. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവൾ ബോധം പറഞ്ഞ് സണ്ണിയുടെ ദേഹത്തേക്ക് ഊർന്നു വീണു. ശനിയാഴ്ച നീലിന്റെ വീട്ടുകാർ വരും. വിവാഹത്തിന് തീയതി കുറിക്കാൻ. ഇന്നലെ എന്നോട് സംസാരിച്ച പോലെ അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നിൽക്കരുത്. അന്തർജനങ്ങൾ എപ്പോഴും അന്തർജനങ്ങളായിട്ട് തന്നെ ഇരുന്നാൽ മതി. തിലകരാമൻ കിച്ചണിൽ വന്ന് രണ്ടുപേരും കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. പ്ലേറ്റുകൾ കഴുകി അടുക്കി വെക്കായിരുന്ന ചന്ദനയുടെ കയ്യിൽ നിന്നൊരെണ്ണം താഴേക്ക് വീണു. ഒപ്പം 2 തുള്ളി കണ്ണുനീരും. ഇപ്പൊ തന്നെ അവിടെ ഇവിടെയൊക്കെ സംസാരം പാട്ടായിട്ടുണ്ട്. നീലിന്റെ വീട്ടുകാരറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ കൂടുതൽ വല്ലതും ഉണ്ടായാ കൊന്നുകളയും. പിന്നൊന്നും ഞാൻ ആലോചിക്കാൻ നിൽക്കില്ല. അതൊരു താക്കീതായിരുന്നു. കിച്ചണിൽ നിന്നും തിരിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അയാൾ സ്ലാബിന് മുകളിൽ ഇരിക്കുന്ന പാർവതിയുടെ ഫോൺ എടുത്തുകൊണ്ട് പോയി. ഇനിയൊരു അവസരം ബാക്കി നൽകില്ലെന്ന പോലെ. ഞാൻ ചിഞ്ചുവിനൊന്ന് വിളിക്കാമെന്ന് കരുതിയതായിരുന്നു, പാർവതി നിസ്സഹായായി പറഞ്ഞു. അത് അപ്പാവുക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പം അമ്മയുടെ ഫോൺ കൈവശം വെച്ചിരിക്കുന്നത്. ചന്ദന വേദനയോടെ പുഞ്ചിരിച്ചു. ഇതുവരെ നിന്റെ അപ്പാവുക്ക് ഭയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീ ഇന്നലെ നിനക്ക് വേണ്ടി സംസാരിച്ച് അത് നിന്റെ അപ്പായുടെ ഉറക്കം കെടുത്തി കളഞ്ഞു. അപ്പയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തെറ്റു പറയാനാവില്ല അല്ലേ അമ്മ? വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ഞാൻ കാരണം എത്ര പേരുടെ സമാധാനം നഷ്ടമായത്. ചന്ദന വിതുമ്പി. നീ തെറ്റെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചന്ത്. ഒരാളെ ഇഷ്ടപ്പെടുന്ന എങ്ങനെയാണ് കുട്ടി തെറ്റാവുക? എന്തുകൊണ്ട് നിന്റെ അപ്പ കണ്ണു തുറന്ന് നോക്കുന്നില്ലെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ആ മനസ്സിൻ്റെ ഇടുക്കി ഇനി ഒരിക്കലും മാറില്ലേ? നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എത്ര വർഷങ്ങളായി ഇങ്ങനെ? പാർവതി ഒന്ന് ഇടിവിർപ്പെട്ടു. മുറ്റത്ത് സ്കൂട്ടർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് പാർവതി പൂമുഖത്തേക്ക് വന്ന്. ചിഞ്ചുവാണെന്ന് കണ്ടതും ഒരേ സമയം അവരിൽ ആനന്ദവും ആധിയും നിറഞ്ഞു. എന്താ എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്തേ? കീയൂരി കയ്യിൽ കറക്കിക്കൊണ്ടവൾ പൂമുഖത്തേക്ക് കയറി. സന്തോഷമില്ലാണ്ടിരിക്കോ? കാണാൻ കണ്ണ് തുടിക്കുകയായിരുന്നു. സുഖമല്ലേ നിനക്ക്? പാർവതി ചിഞ്ചുവിനെ വാത്സല്യത്തോടെ തഴുകുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു. എൻ്റെ സുഖവിവരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. സന്തോഷത്തെക്കാളും കൂടുതൽ ടെൻഷനാണ് ഈ മുഖത്ത് കാണുന്നേ. നിങ്ങളുടെ ആ മൂശയുടെ കണവനെവിടെ? എന്നെ ഇവിടെ കണ്ട ഒരു 3-4 ലോകം ആയുധം നടക്കല്ലേ? പുറത്തു പോയിരിക്കുക. വരുന്നതിന് മുമ്പേ നീ പോയിക്കോ കേട്ടോ. അങ്ങനെ പേടിച്ചോടാൻ വന്നല്ലേ ഞാൻ. രാവിലെ തൊട്ട് ഞാൻ വിളിക്കുക. പാറുമ്മയുടെ ഫോൺ എവിടെ? സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ചന്തുവിൻ്റെ അപ്പാവിടെ കയ്യിലാണ്. എനിക്ക് തോന്നി ഇനി ഇങ്ങോട്ട് വരികയല്ല, വേറെ വഴിയിലൊന്നും ഉണ്ടാ. ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പോന്ന്. ഞാനിന്ന് ക്ലാസ്സിന് പോയില്ല. ആകെ കൂടി ഒരു സമാധാനക്കുറവ്. ചന്തു എന്തേ? എത്ര ദിവസമായി ഞാൻ അവളെ നിന്ന് കണ്ടിട്ട്. ചൈതു സ്കൂളിൽ പോയി കാണുമല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാനൊരു തൂക്ക് പാറുമ്മ പറഞ്ഞിട്ട് അവൾ അകത്തളത്തിലേക്ക് നടന്നു. ചന്ദന ബാത്റൂമിലായിരുന്നു. ഇറങ്ങി വരുമ്പോൾ തന്നെ മുന്നിൽ ചിഞ്ചുവിനെ കണ്ടതും അവളൊന്ന് അമ്പരന്നു. ഉടനെ ഓടി വന്ന് ഇറുകെപ്പെടുന്നു. ഒന്ന് പതിയെ പിടിമോളെ, ഞാൻ നിന്റെ വസ്തുവല്ല. ഓ സോറി, ദേവേട്ടനല്ല. അതിനേക്കാൾ മിസ് ചെയ്ത് നിന്നെയാ. മുഖമുയർത്തിയ ചന്ദനയുടെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിഞ്ചു ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മിസ് യു ടു ചന്തു. അത് ഞാൻ വല്ല അകത്താകട്ടെ, എന്നിട്ടാവും ബാക്കിയല്ല. ഇവിടെ എത്തിയ ഉടനെ വിളിക്കണമെന്ന് വസു പറഞ്ഞിരുന്നു. ഞാൻ നിന്നെ ഇത്രയ്ക്ക് മിസ് ചെയ്തെങ്കിൽ അവൻ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടാവും. ഇതാ പെട്ടെന്ന് വിളിക്ക്. ചിഞ്ചു തന്റെ ഫോൺ ചന്തുവിന്റെ കയ്യിൽ കൊടുത്ത് റൂമിന് വെളിയിലേക്ക് പോയി. ആദ്യറിങ്ങിൽ തന്നെ മറുപുറത്ത് കോള് കണക്റ്റായി. ചന്ദന. പ്രണയാർദ്രമായ അവന്റെ സ്വരം അവളുടെ കാതിൽ ഒഴുകിയെത്തി. മരുഭൂമി കണക്കെ ചുട്ടുപൊള്ളുന്ന തന്റെ ഹൃദയം ദ്രുതഗതിയിൽ തണുത്തതറിഞ്ഞ അവൾ. പ്രണയത്തിന് ഇത്രമാത്രം ശക്തിയോ? ചന്ദന. വീണ്ടും അത്രയും പ്രണയം നിറച്ചൊരു വിളി. ഈ നിമിഷം അവൾക്ക് ആ മാറിൽ ചേരണമെന്ന് തോന്നി. അറിയാതൊരേങ്ങൾ പുറത്തേക്ക് വന്നു. കറിയണോ നീ? അല്ല. എനിക്കറിയില്ലേ. നിന്റെ ശ്വാസഗതി ഒന്ന് മാറിയപ്പോഴും ഞാൻ അറിയില്ലേ ചന്ദന. വിഷമിച്ചിരിക്കരുത്. കരയേണ്ടത് ഞാൻ പറയില്ല. കരയാൻ തോന്നുമ്പോഴൊക്കെ കരഞ്ഞു തീർത്തുള്ളൂ. എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് വീർപ്പൂണ്ടിരിക്കരുത് കേട്ടല്ലോ. ചിഞ്ചുവിടെ അവൾ വന്നിട്ട് നീ ഉഷാറായില്ലേ വേണേ? അപ്പോൾ വരുമ്പോൾ ചിഞ്ചുവിനെ കണ്ടാലുള്ള അവസ്ഥ എന്താവും ഓർത്താ? അവളോട് എങ്ങനെ പെരുമാറുന്ന എനിക്കൊരു നിശ്ചയമില്ല. കുഴപ്പമില്ല, അതൊക്കെ അവൾ മാനേജ് ചെയ്തോളൂ. ഏതായാലും നിന്നെ പോലെ കൈയും കാലം വിറച്ച് നിൽക്കില്ല അവൾ. ചിലപ്പോൾ നിന്റെ അപ്പാക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടാനും ചാൻസ് ഉണ്ട്. വസു ഉറക്കി ചിരിച്ചു. അവിടെ നിന്നുള്ള കൊട്ടേഷൻ ആയിരിക്കും അല്ലേ? എന്താ സംശയം? വേണ്ട കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നീ അത് സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദേഷ്യം ഒതുക്കി നിൽക്കുന്നത്. ശനിയാഴ്ച വിവാഹത്തിലുള്ള തീയതി കുറിക്കാൻ അവർ വരുമെന്ന് അപ്പം പറഞ്ഞു. നീ ഇങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവനെയും പറത്തി അവിടെ ഇരുന്നു. അവസാനം കാര്യങ്ങളൊക്കെ കൈവിട്ട ശേഷം ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. ഞാനൊരു വരവ് വരും ഇങ്ങോട്ട്, രണ്ടും കൽപ്പിച്ചൊരു വരവ്. എന്നിട്ടോ ഇന്നാൾ വന്നപ്പോൾ നടന്നതിൽ കൂടുതലായിട്ട് മറ്റൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം ചന്ദന. അല്ലാതെ ഇത് നടക്കില്ല.
ഇത് നടക്കില്ലെന്നും പറഞ്ഞ് വിദ്യാർത്ഥിയിൽ സമാധാനിക്കാമെന്ന് എനിക്ക് പറ്റില്ല. പകുതിയെ ഈശ്വരൻ്റെ കയ്യിലുള്ളൂ, ബാക്കി നമ്മുടെ കയ്യിലും. ശരി, നീ ഫോൺ ചിഞ്ചുവിൻ്റെ കയ്യിൽ കൊടുത്തേ. നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ ചൊടിച്ചുകൊണ്ടുള്ള സംസാരം അവൾ ചിരി ഉണർത്തി. ഹോ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കേട്ടല്ലോ. ടെൻഷൻസ് ഒന്നും വേണ്ട. നന്നായി കഴിച്ചുറങ്ങി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ആവശ്യമുള്ളതാ. വസുവിൻ്റെ കുസൃതി ചിരി ഉയർന്നു. ചന്ദന നാണം കൊണ്ട് വിവശയായി. ഇനിയും സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് കരുതി ഡൈനിങ് ഏരിയയിലേക്ക് ചെന്ന് ചിഞ്ചുവിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഫോൺ കൈമാറി. അപ്പോഴും വസുവിന്റെ ചിരി ഉറക്കെ കേൾക്കാമായിരുന്നു. ചിഞ്ചുവിന്റെ മിഴികൾ കൂർപ്പിച്ചുള്ള നോട്ടവും ചോദ്യവും വരുന്നതിന് മുന്നേ അവൾ പാർവതിക്കൊപ്പം ഊണിനുള്ള തയ്യാറെടുപ്പിലേക്ക് തിരിഞ്ഞു. ചിഞ്ചു വേഗത്തിൽ കഴിച്ചെണീറ്റ് ഫോൺ സംസാരം തുടർന്നുകൊണ്ട് അടുക്കള വശത്തേക്ക് ഇറങ്ങിയെന്നു. സണ്ണി, നീ എന്ത് തീരുമാനിച്ചു? കാര്യം അറിഞ്ഞു മുതൽ ഫെർണാണ്ടസും ചിന്താകുഴപ്പത്തിലാണ്. ചെറുതല്ലാത്തൊരു ആദ്യം അയാളിൽ നിറഞ്ഞിരുന്നു. എന്ത് തീരുമാനിക്കാൻ അപ്പച്ച? അവളെ പറഞ്ഞ് തിരുത്തയില്ലാതെ മറ്റൊരു വഴി ഇക്കാര്യത്തിലില്ല. സണ്ണി അതേ നിലപാടിൽ ഉറച്ചു നിന്നു. അവളേക്കാൾ വാശി നിനക്കുണ്ടായാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ നോക്ക് അവളുടെ അവസ്ഥ. കഴിക്കാതെയും കുടിക്കാതെയും ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് പകുതിക്ക് പകുതിയായി പെണ്ണ്. അവളാണെങ്കിൽ പറയുന്നോട്ട് ചെവിക്കൊള്ളുന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നീ കൂടി ഇങ്ങനെ തുടർന്നാൽ ഞങ്ങൾ എന്താടാ ചെയ്യേണ്ടത്? തെരേസയും മുറിക്കകത്തേക്ക് കടന്നു വന്നു. ഇന്നലെ വൈകുന്നേരം അവൾ ബോധം നശിച്ച് വീണ് തെരേസയെ ഭയപ്പെടുത്തിയിരുന്നു. അമ്മച്ചി കരുതുന്ന പോലെ നല്ല കാര്യങ്ങൾ ഇതിപ്പോ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ കഷ്ടമാണല്ലോ നിങ്ങളെ. സാന്ദ്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ എതിർപ്പ് നിൽക്കുന്നതല്ല. വസുവിന് വേറെ പെങ്കുച്ചിനെ ഇഷ്ടമുള്ളതുകൊണ്ടാ. അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സാന്ദ്രയ്ക്ക് വേണ്ടി വസുവിനോട് ഇക്കാര്യം സംസാരിക്കുമായിരുന്നു. അവളുടെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കായിരുന്നു. വസുവാണെന്ന് എന്നെ സന്തോഷിപ്പിക്കലേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല, വൈകിപ്പോയി. സാന്ദ്ര കുറച്ച് മുന്നേ കാര്യങ്ങൾ പറയണമായിരുന്നു. അപ്പോഴും വസുവിന്റെ ഭാഗം നോക്കാനുണ്ട്. ഇടയിൽ ചന്ദന ഇല്ലെന്നാൽ പോലും അവനിത് അംഗീകരിക്കണമെന്നില്ല. സാന്ദ്ര അവനൊരു അഞ്ചെത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. നീ ഇങ്ങനെ അവന്റെ ഭാഗം മാത്രം ചിന്തിക്കാതെയും പറയാതെയും ഇവിടെ ഉള്ളൊരുത്തേയും കൂടി ആലോചിക്കേ. ഒന്നുമില്ലെങ്കിലും സാന്ദ്രയേക്കാൾ വലുതൊന്നല്ലല്ലോ നിനക്ക് വസുവാ പെണ്ണു. നീ തന്നെയല്ലേ പറഞ്ഞ പെങ്കൊച്ചിന്റെ വീട്ടിൽ എതിർപ്പുണ്ടെന്ന്. വീട്ടുകാർക്ക് ആലോചിച്ച് എന്നിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചെന്ന്. അപ്പൊ പിന്നെ വസു എന്തിനാണ് കാത്തിക്കുന്നത്? ഏതായാലും നടക്കില്ലെന്ന് ഉറപ്പല്ലേ. അതുകൊണ്ട് നീ അവനോട് ഇക്കാര്യമൊന്നും സംസാരിക്കേ. നീ പറഞ്ഞാൽ അവനങ്ങനെ എടുത്തടിച്ച പോലെ തള്ളിക്കളയൊന്നുമില്ല. പിന്നെ രാധികൊക്കെ സാന്ദ്ര വലിയ കാര്യമാണ്. അമ്മച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ? ആദ്യമായി സണ്ണിയുടെ സ്വരം തെരേസയ്ക്ക് നേരെ ഉയർന്നു. അമ്മച്ചി ഇപ്പൊ സാന്ദ്രയെ മാത്രം ഓർക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സണ്ണി ഉടനെ ആത്മസമയനം വീണ്ടെടുത്തു. സാന്ദ്രയെ പോലൊരു പെൺകുട്ടി തന്നെ ആ ചന്ദനയും. പക്ഷെ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അമ്മച്ചി വളരെ നിഷ്കളങ്കമായ, എല്ലാവരോടും സ്നേഹവും ആദരവും മാത്രമുള്ള, എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന, ഈ ലോകം അതിന് നല്ലതും ചീത്ത എന്തെന്നറിയാത്ത, തന്റെ അച്ഛനും അമ്മയും അനുജത്തിക്കിടയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. സാന്ദ്രയുടെ 10-1 പോലും മനോബലം ഇല്ലാത്തവള്. ആ കൊച്ചിനെയാണോ ഞാൻ സാന്ദ്രയ്ക്ക് വേണ്ടി തഴയേണ്ടത്? അതിന് വേദനിപ്പിച്ചിട്ടാണോ ഞാൻ സാന്ദ്രയ്ക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം നേടിക്കൊടുക്കേണ്ടത്? ഒക്കെയും പോട്ടെ, വസു അവനോട് ഞാൻ എന്ത് പറയണം? ചന്ദനയെ ഓർത്തേനാമ വല്ലാതെ വേദനയിലായിപ്പോ അവനെ പോയി ഞാൻ ഒന്നുകൂടെ കുത്തി നോവിക്കണോ? അഥവാ ഞാൻ പറഞ്ഞെന്നെ കരുത്. അത് ചിലപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുന്നില്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുകയില്ല. ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അപ്പച്ച. എങ്ങനെയെങ്കിലും അമ്മച്ചി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. സണ്ണി അത്രമേൽ നിസ്സഹായനായിരുന്നു. ഇനിയൊന്നും വയ്യെന്ന കണക്കെ വെളിയിലേക്ക് ഇറങ്ങി. പാർവതിയും ചന്ദനയും ചേർന്ന് വേഗത്തിൽ ഊണ് തയ്യാറാക്കി. ചിഞ്ചുവിന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാൻ സമയമാവുന്നതിന് മുന്നേ തന്നെ അവൾക്കായി വിളമ്പി നൽകുകയും ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷം അവൾ വയറു നിറയെ ഉണ്ട്. ഫ്ലാറ്റിലധികവും പുറത്തുനിന്നാണ്, അല്ലെങ്കിൽ പപ്പയുടെ വക വല്ലതുമൊക്കെ തട്ടിക്കൂട്ടുള്ളൂ. വല്യമ്മച്ചിയുടെ അടുത്താണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാം. പക്ഷേ എല്ലാം നോൺ വെജ് ആണെന്ന് മാത്രം. അല്ലെങ്കിലും പണ്ടേ തനിക്ക് ഇഷ്ടം പാർവമ്മയുടെ ഭക്ഷണമാണെന്ന് അവളൊരു പുഞ്ചിരിയോടെ ഓർത്തു. മനസ്സ് നിറഞ്ഞാണ് അവൾ എണീറ്റ്. ഇനി താമസിക്കേണ്ട, വേഗം പോയിക്കോ. പാർവതിയുടെ നോട്ടം അത്രയും ജനൽ വഴി പുറത്തേക്കായിരുന്നു. വേഗം കൂട്ടിയത് വേഗം പറഞ്ഞു വിടാനെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പോവില്ല. എന്ത് നടക്കുന്ന എനിക്ക് കാണണം. ചിഞ്ചു, നീ ഇത് എന്തു ഭാവിച്ചാ? ചന്ദനയും വേവലാതിപ്പെട്ടു. നീ മിണ്ടരുത്. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ ഇരിക്കും. വസു വിളിച്ചല്ലേ, ഇറങ്ങിപ്പോകാൻ മേലായിരുന്നു അവൻ്റെ ഒപ്പം. ഈ ജയിൽവാസം ഒന്നും അവസാനിപ്പിക്കായിരുന്നില്ലേ നിനക്ക്? അത് കൊള്ളാം. അപ്പൊ നീ എന്റെ മകളെ ഒളിച്ചോട്ടം പഠിപ്പിക്കാൻ വന്നാണല്ലേ? പൊടുന്നിനെ ഉയർന്ന ശബ്ദത്തിൽ മൂവരെ ഒരുപോലെ തിരിഞ്ഞു നോക്കി. പാർവതിയുടെയും ചന്ദനയുടെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി. ഇനി എന്തെന്നൊരു ആന്തൽ. ചിഞ്ചു പക്ഷെ തന്നെ ബാധിക്കാത്ത മട്ടിൽ നിലകൊണ്ടു. നിന്റെ അമ്മയുടെ ബാക്കി നീയാ, അല്ലാതെ ഇവളല്ല. ആ പാത നീ പിന്തുടർന്നാ മതിയാവും. ഇവിടെ കടക്കരുതെന്ന് പണ്ട് മുതലേ പറയാൻ തുടങ്ങിയതാ. കൂടെ കൊണ്ടുനടന്ന് ഓരോ ഭക്ഷണത്തരവും പഠിപ്പിച്ചു കൊടുത്തിട്ട് കടക്ക് പുറത്ത് കണ്ട നസ്രാണികൾക്ക് കയറിറങ്ങാനുള്ളല്ലോ ഇവിടം. വരാനറിയാമെങ്കിൽ പോവാനറിയാം. ഇവരെ ഭയപ്പെടുത്തി നിർത്തുന്ന പോലെ എന്നെയും ഭയപ്പെടുത്താന്ന് കരുതണ്ട. നസ്രാണിക്ക് പറഞ്ഞായാലും അന്തസ്സുള്ള കുടുംബത്തിലേത് തന്നെയാ. എന്റെ അപ്പന്റെ കുടുംബമഹിമയുടെയും വലിപ്പത്തിന്റെ അത്ര എത്തും നിങ്ങളുടേത്. എന്തുണ്ട് ഇവിടെ? കുറെ ഐത്തങ്ങളും കറുത്ത ചിന്തകളല്ലാതെ. ഈശ്വര സൃഷ്ടികളല്ലേ എല്ലാ മനുഷ്യരും. അവിടെ ജാതിക്ക് മാത്രമേ എന്ത് സ്ഥാനമുള്ളത്? എന്തായാലും മനുഷ്യൻ നന്നായിട്ട് ഇരിക്കണം എന്നല്ലേ? നിങ്ങൾ എന്ന് നന്നാവനാ? സ്വന്തം മകളുടെ മനസ്സുപോലും കാണുന്നില്ല. ഇഷ്ടമുള്ളതിനെ നഷ്ടപ്പെടുത്താനും ഇഷ്ടമില്ലാത്തതിനെ ചേർത്ത് വെക്കാനും ശ്രമിക്കുന്നു. ചിഞ്ചുവിന്റെ വാക്കുകൾക്ക് വല്ലാത്ത ശൗര്യമുണ്ടായിരുന്നു. തനിക്കാരെയും ഭയക്കാനില്ലെന്ന പോൽ തിലകരാമന് മുമ്പിൽ വീറോടെ നിന്നവൾ. തിലകരാമൻ അത് വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടു. തന്നിഷ്ടക്കാരിയും തൻ്റെ ഇടിയുമാണെന്നാൽ പോലും തന്നോട് ഇങ്ങനെയൊന്നും ആദ്യമായിരുന്നവൾ.
എന്താണ് നിങ്ങൾ വസ്തുവിൽ കാണുന്ന ഒരു കുറവ്? ജാതിയാണോ ഒരു മനുഷ്യനെ അളക്കുന്ന അളവ് പോലും? അതാണ് ഒരു വിവാഹത്തിന് വേണ്ടുന്ന മാനദണ്ഡം? എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തതാ. ചന്തു വസ്തുവിന്റെ ഒപ്പം ഇറങ്ങിപ്പോയി നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ കാലവും ഇതിനകത്ത് അടച്ചുകൂട്ടാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? കടക്ക് വെളിയിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നതിന്റെ അർത്ഥം നിനക്കവിടെ നിൽക്കാനോ സംസാരിക്കാനോ ഞാൻ അനുവാദം നൽകിയിട്ടുണ്ടെന്നല്ല, മറിച്ച് അടിച്ചിറക്കുന്ന മാന്യത കുറവായതുകൊണ്ടാ. ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചേക്ക്. മേലാൽ കടന്നു വരുന്നത് കൺവെട്ടത്തേക്ക്. അമർന്ന പോലെ പറഞ്ഞയാൾ. എന്റെ അമ്മ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. പാറുവമ്മ 2 മക്കളും ജീവനോടെ ഉണ്ടല്ലോ. ഇവർക്ക് എന്നെ വേണല്ലോ. ആ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. ഇത് നിങ്ങളുടെ വീടായിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വരാതിരിക്കാം. എന്ന് കരുതി ഇവരായിട്ടുള്ള ബന്ധം തീരുമെന്ന് കരുതണ്ട. ഞാൻ ഇറങ്ങുക പാറുവമ്മ. നിങ്ങൾ ഇത്രയും നേരം പറയുന്നത് ഇത് തന്നെയല്ലേ? എന്നാലും സാരില്ല, ഇത്രയെങ്കിലും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ടാ നിങ്ങൾ നിർബന്ധിച്ചിട്ട് നേരത്തെ പോവാഞ്ഞ്. ചിഞ്ചു കീ ഹോൾഡിൽ നിന്ന് താക്കോലെടുത്തു. ചന്ദനയും പാർവതിയും ശ്വാസം അടക്കി പിടിച്ചായിരുന്നു ആ നേരം അത്രയും നിൽപ്പ്. ഇറങ്ങുന്നതിന് മുന്നേ ചിഞ്ചു രണ്ടുപേരെയും ഒന്ന് പുണർന്നു. അവരുടെ നിറഞ്ഞു തൂവുന്ന മിഴികൾ കണ്ടു. അവൾ ഒന്നുമില്ലെന്ന് കണ്ണുകൾ ചിമ്മി അടച്ചു. തിലകരാമനൊരു ചോദ്യത്തിനിട നൽകാതെ പാർവതി ചന്ദനയും കൂട്ടി മുറിക്കകത്തേക്ക് പോയി. ഹാളിൽ പലതും വീണുടയുന്ന ശബ്ദം കേട്ടിട്ടും പാർവതി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. അത്രയ്ക്കും മനസ്സ് മടുത്തെന്ന പോലെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.